നമസ്കാരം. ലേണിംഗ് പേഷ്യൻസ് ക്യാൻ ബി എ ഡിഫിക്കൽട്ട് എക്സ്പീരിയൻസ്, ബട്ട് വൺസ് കോൺകേർഡ് യു വിൽ ഫൈൻഡ് ലൈഫ് ഈസ് ഈസിയർ. അതായത് ക്ഷമ എന്നുള്ള ക്വാളിറ്റി പഠിച്ചെടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടും പരിശ്രമമേറിയതുമായ ഒരു കാര്യമാണ്. എന്നാൽ ഒരിക്കൽ നിങ്ങളതിൽ വിജയിച്ചു കഴിഞ്ഞാൽ ജീവിതം എത്ര എളുപ്പമാണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കും. ഉദാഹരണത്തിന്, നിങ്ങൾ ക്ഷമയോടെ ഇരിക്കുന്ന സമയങ്ങളിൽ, അത് എത്ര വിഷമകരമായ സാഹചര്യങ്ങളും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ശാന്തരായിട്ടിരിക്കാൻ കഴിയും. അതുപോലെ തന്നെ ദേഷ്യമോ നിരാശയോ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത് നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ സഹായിക്കും. മറ്റുള്ളവരെ മനസ്സിലാക്കാനും അവരോട് ക്ഷമിക്കാനും നിങ്ങൾക്ക് കൂടുതൽ സമയം ലഭിക്കും. അതുവഴി അവരുമായിട്ടുള്ള ബന്ധം തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. പറഞ്ഞു വരുന്നത്, നിങ്ങൾ ക്ഷമയുള്ളവരായിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് കഠിനാധ്വാനവും പരിശ്രമവും ചെയ്യാൻ എപ്പോഴും സജ്ജരായിട്ടായിരിക്കും ഇരിക്കുന്നത് എന്നാണ്. പെട്ടെന്നൊന്നും നിങ്ങൾ നിരുത്സാഹപ്പെടില്ല. എത്ര വലിയ വെല്ലുവിളികളെയും നേരിടാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം എളുപ്പമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ക്ഷമ പ്രാക്ടീസ് ചെയ്യുക. പെട്ടെന്നൊന്നും നടക്കുന്ന കാര്യമല്ലെങ്കിലും പ്രാക്ടീസിലൂടെ നിങ്ങൾക്കത് നേടിയെടുക്കാൻ കഴിയും. എങ്കിലും ക്ഷമ പഠിച്ചെടുക്കുന്നതിന് ചില നുറുങ്ങുവിദ്യകളൊക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തേത് നിങ്ങളുടെ ട്രിഗറുകൾ തിരിച്ചറിയുക എന്നതാണ്. അതായത് നിങ്ങളെ അക്ഷമരാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവ കൈകാര്യം ചെയ്യുന്നതിനുള്ള തന്ത്രങ്ങൾ നിങ്ങൾക്ക് വികസിപ്പിച്ചെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ദീർഘനിശ്വാസം എടുക്കുക. നിങ്ങൾക്ക് അക്ഷമ അനുഭവപ്പെടുമ്പോൾ കുറച്ച് ആഴത്തിലുള്ള ഒരു ശ്വാസം എടുക്കുക. അത് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ശാന്തമാക്കാൻ സഹായിക്കും. മനസാന്നിധ്യം പരിശീലിക്കുക. അത് നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും കൂടുതൽ ബോധവാന്മാരാകാൻ സഹായിക്കും. നിങ്ങളുടെ അക്ഷമ കൈകാര്യം ചെയ്യുന്നതിനും അത് വളരെയധികം സഹായിക്കും. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളോട് തന്നെ ദയ കാണിക്കുക എന്നാണ്. അതായത് പല സന്ദർഭങ്ങളിലും നിങ്ങൾ സ്വയം പഴിചാരിയിട്ടുണ്ടാകാം. അതെല്ലാം മാറ്റിവെച്ച് നിങ്ങൾ നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പഠിച്ച് അടുത്ത തവണ കൂടുതൽ മികച്ചവരാവാൻ ശ്രമിക്കുക. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ക്ഷമ പഠിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. അതിനായി നല്ല പരിശ്രമവും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ്. എന്നാൽ ഉറപ്പായും നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാൻ തന്നെ കഴിയും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. യു ക്യാൻ അച്ചീവ് ദാറ്റ്. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.